കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. സുവിശേഷത്തിൻ്റെ ആപ്തവാക്യമായിട്ട് നമ്മൾ പറയുന്നതാണ്. ഒന്ന്, തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുകയാണ്. ദൈവം തൻ്റെ പുത്രനെ യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം ലോകത്തെ സ്നേഹിച്ചു. ഇവിടെ പറയുന്നു കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. ആരാണ് യേശു? യേശു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം യോശുവ എന്നുള്ളൊരു വാക്കിൽ നിന്നാണ് അർത്ഥം. യഹോവ എൻ്റെ രക്ഷകൻ, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടിയിപ്പാനിരിക്കൊണ്ട് അവൻ എന്തെന്ന് പേരിടണം? യേശു എന്ന് പേരിടണം. അവൻ ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് അരുളിക്കൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ ദൂതന്മാർ വിളിച്ച് ഘോഷിക്കുകയാണ്. അവിടെ കാട്ടിടയന്മാർ വരുന്നു, വിദ്വാൻമാർ വരുന്നു. അവിടെ ഹെരോദാവ് കുഞ്ഞിനെ കൊല്ലാൻ നോക്കുന്നു. എങ്കിലും യോസഫ് മറിയം ദമ്പതികൾക്ക് കർത്താവ് പരിശുദ്ധാത്മാവിൽ ലോകത്തിന് കൊടുത്ത കുഞ്ഞ് പുൽക്കുട്ടി കിടക്കുകയാണ്. ആ യേശുവിനെക്കുറിച്ച് പറയുന്നു, കർത്താവായ യേശുവിൽ എന്ത് ചെയ്യുക? വിശ്വസിക്കുക. യേശു യഹോവ എൻ്റെ രക്ഷകൻ, ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവൻ യേശു, കർത്താവായ യേശു. ആ യേശു നമ്മുടെ കർത്താവായി നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും എന്തു ചെയ്യും? രക്ഷ പ്രാപിക്കും. എല്ലാവരും പറഞ്ഞ്, നീ മാത്രമല്ല, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഒന്നുകൂടെ പറഞ്ഞ്, നീയും. രക്ഷ വ്യക്തിപരമാണ്. ആണോ? ആണോ? ഇൻഡിവിജ്വലാണ്. സാധാരണ പാസ്റ്റേഴ്സൊക്കെ പറയുന്നൊരു വാക്കുണ്ട്, യേശു കർത്താവിന് മക്കളേ ഉള്ളൂ, കൊച്ചുമക്കളില്ല. രക്ഷ വ്യക്തിപരമാണ്. പക്ഷേ ഇവിടെ പറയുന്നു, രക്ഷ വ്യക്തിപരമായിരിക്കുമ്പം തന്നെ രക്ഷയ്ക്കൊരു കോപ്പറേറ്റീവ് മാനമുണ്ട്. എന്താണ്? കുടുംബത്തെ രക്ഷിക്കാൻ കഴിയും. എന്താ അർത്ഥം? ഒരാൾ ഈ യേശുവുമായിട്ട്, യേശുവിനെ നമ്മൾ ഹൃദയത്തിൽ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കുക എന്ന്. ഞാൻ ഈ ക്രിസ്മസ് കാലവേളയിൽ വായിച്ച നല്ലൊരു കഥയുണ്ട്. അതാണ് യേശു ശരിക്കും പറഞ്ഞാൽ യേശുവിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ. ഈ ക്രിസ്മസിൻ്റെ കാലയളവിൽ എല്ലായിടത്തും ഇങ്ങനെ പള്ളികളിലും എല്ലായിടത്തും ക്രിസ്മസ് പ്രോഗ്രാം നടക്കുക. അപ്പോൾ ഒരു സ്കൂളിൻ്റെ, ഒരു സൺഡേ സ്കൂളിൻ്റെ ഒക്കെ വകയായിട്ട് നടക്കുന്ന ഒരു പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ക്ലാസ്സുകാർ നടത്തുന്ന ഒരു നാടകമാണ്. ആ നാടകത്തിൻ്റെ പേര് നോ പ്ലേസ് ഇൻ ദ ഇൻ എന്നാണ്. സത്രത്തിൽ എന്തില്ല? സ്ഥലമില്ല. അപ്പോൾ ആ നാടകം തുടങ്ങുകയാണ്. അവർ ക്ലാസ്സിലുള്ള ഓരോരുത്തരെയും ഓരോ റോളേൽപ്പിച്ചു. ജോസഫ്, മറിയം, ആട്ടിടയന്മാർ, പിന്നെ വിദ്വാൻമാർ, ഇങ്ങനെ വിവിധ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുക. അവിടെ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ റോള് കൊടുക്കണ്ടേ? പക്ഷേ ആ ക്ലാസ്സിൽ ഇച്ചിരി പഠനവൈകല്യമുള്ള, ഇച്ചിരി സ്ലോ ആയിട്ടുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ പേര് വാലസ് എന്നായിരുന്നു. എന്താണ്? വാലസ് എന്നാണ്. വാലസിന് ബുദ്ധിയില്ല, വലിയ ബുദ്ധിയില്ല. അതുകൊണ്ട് തന്നെ അവനൊരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ പറയാൻ പാടാം. അപ്പോൾ ഇവരാലോചിച്ച് എല്ലാവർക്കും എന്തെങ്കിലും റോള് കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ, ഇനി വാലസിന് എന്താ റോള് കൊടുക്കുക? വാലസിന് എന്താ റോള് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, വാലസിനെ നമുക്ക് ഈ സത്രത്തിൻ്റെ ഉടമയാക്കാം. അതിപ്പോൾ അധികം ഈ കോൺവെർസേഷൻ ഒന്നും വേണ്ട. ജോസഫും മറിയം വന്ന് കതകെ മുട്ടുമ്പം കതക് തുറന്നിട്ട് പറയണം, എന്തോ ഇല്ല, ഇവിടെ സ്ഥലമില്ലെന്ന് പറയണം. അപ്പോൾ നോ പ്ലേസ്, സോറി ഹിയർ നോ പ്ലേസ് എന്ന് പറയണം. അത് തന്നെ പഠിക്കാൻ വാലസ് കുറേ സമയമെടുത്തു, ദിവസം എടുത്തു, പഠിപ്പിച്ചു. അവസാനം നാടകം അരങ്ങേറുകയാണ്. കർട്ടൻ പൊങ്ങുന്നു, നാടകം അവതരിപ്പിക്കുന്നു. ഗർഭിണിയായ മറിയത്തെ താങ്ങിക്കൊണ്ട് ആര് വരിക? ജോസഫ് വരിക. ജോസഫ് വന്നിട്ട് വാതുക്ക മുട്ടുന്നു. നാടകം തുടങ്ങിയ വാതുക്ക മുട്ടി വാലസ് വന്ന് കതക് തുറക്കുന്നു. എന്തോ പറയണം? ജോസഫ് ചോദിക്കും, ഞങ്ങൾക്ക് ഇച്ചിരി ഇവിടെ ഒരു സ്ഥലം തരാമോ? ഇവിടെ സ്ഥലമില്ലെന്ന് പറയണം. പക്ഷേ ഈ വാലസ് പറഞ്ഞില്ല. അവൻ ബുദ്ധിപ്രശ്നമുള്ളവനല്ലേ. അവനിങ്ങനെ ജോസഫിനെ മറിയത്തെ കണ്ടപ്പോൾ അങ്ങ് സങ്കടമായി. അവൻ മറന്നുപോയി നാടകമാണ്. അവൻ കുറേ നേരം ഇങ്ങനെ നോക്കിയിരുന്നു. അപ്പം ടീച്ചർമാർ അപ്പുറത്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്, വാലസ് പറ നോ പ്ലീസ് പറ. എങ്ങനെ വാക്യം പറയുമ്പോൾ നമ്മുടെ പിള്ളേരുടെ മുമ്പിൽ അമ്മമാരിരിക്കത്തില്ലേ, യഹോവ എൻ്റെ എന്നിട്ട് പിന്നെ ബാക്കിയെല്ലാം ആരെ നോക്കിയാൽ പറയുന്നേ? അമ്മയെ നോക്കി പറയുന്ന പോലെ. വാലസ് പറയുന്നില്ല. അവൻ മറന്നുപോയി. മറിയത്തെ കണ്ടപ്പോൾ സങ്കടമായി. എന്നിട്ടും അവൻ പറഞ്ഞു, കുറേ കഴിഞ്ഞപ്പം പറഞ്ഞു, സോറി നോ പ്ലീസ്. ജോസഫ് മറിയത്തെയും കൊണ്ട് അങ്ങ് പോവുക. ഉടനെ ചെയ്യേണ്ട ഒരു കാര്യം, വാലസ് കയറി കഥ അടയ്ക്കണം. കഥ അടച്ചില്ല.
വാലസ് ഇങ്ങനെ നോക്കി ഇന്ന് കരയുക. നാടകം അവൻ മറന്നുപോയി, നാടകം. അപ്പോഴത്തേക്കും ജോസഫും മറിയാൻ പോയപ്പോൾ ഇവൻ കൈയടിച്ച് തിരിച്ചു വിളിച്ചു. ജോസഫ് തിരിഞ്ഞു നോക്കി, ബാ എൻ്റെ വീട്ടിൽ സ്ഥലമുണ്ട്, പോരാൻ പറഞ്ഞു. ഇനി എങ്ങനെ നാടകം കൊണ്ടുപോകും? ആട്ടിടയരെങ്ങനെ വരും? വിദ്വാൻമാരെങ്ങനെ വരും? പുൽക്കൂട് എങ്ങനെ വരും? നാടകം തീർന്നില്ലേ? നാടകത്തിൻ്റെ ആൾക്കാരെല്ലാം വല്ലാതായി. പെട്ടെന്ന് പുറകിലൊരു കയ്യടി തുടങ്ങി. ഒരാൾ എഴുന്നേറ്റ് ഇന്ന് കയ്യടിച്ചു, എല്ലാവരും കയ്യടിച്ചു. കാരണം ആ പ്രാവശ്യത്തെ ഏറ്റവും നല്ല നാടകമായിട്ട് തിരഞ്ഞെടുത്തു. എന്താ കാര്യം? വാലസ് പറഞ്ഞു, എൻ്റെ വീട്ടിലെന്തുണ്ട്? ഇതാണ് യേശുവിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞു. കർത്താവിന് നമ്മുടെ ഹൃദയത്തിൽ എന്ത് കൊടുക്കുക? ഇടം കൊടുക്കുക. യേശുക്രിസ്തു പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ രാജ്യം എന്തല്ല, ഐഹികമല്ല. ഇവിടുത്തെ ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും മാപ്പ് വരയ്ക്കാം. ഇന്ത്യക്കൊരു മാപ്പുണ്ട്. നമുക്കറിയാം ജമ്മു കാശ്മീർ സംരക്ഷിക്കാൻ നമ്മൾ എന്തുമാത്രം പാടുപെടുന്നു. എന്താ കാര്യം? അത് പോയാൽ നമുക്ക് രാജ്യത്തിന് തല പോവും. മാപ്പ് പിന്നെ എങ്ങനെ വരയ്ക്കും? അപ്പം റഷ്യ ഉക്രൈൻ പ്രശ്നം, ഹമാസ് ഗാസ ഇസ്രായേൽ പ്രശ്നം, ഇതെല്ലാം അതിരുകളൊക്കെ ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. അതിര് കടന്ന പ്രശ്നം ഉണ്ടാകും. പക്ഷേ യേശുക്രിസ്തു പറഞ്ഞു, എൻ്റെ രാജ്യം എന്തല്ല എന്ന് പറഞ്ഞാൽ എന്താ? ഭൂമിയിൽ മാപ്പ് വരയ്ക്കാൻ ഒക്കുന്ന ഒരു രാജ്യമല്ല എൻ്റേത്. എൻ്റെ രാജ്യം ജനകോടികളുടെ ഹൃദയത്തിൽ വസിക്കുന്ന രാജ്യമാണ്. ജനകോടികളുടെ ഹൃദയത്തിൽ വസിക്കുന്ന ഒരു രാജ്യം ഉണ്ടെങ്കിൽ അതാണ് ഈ രാജ്യം, ഹൃദയത്തിൽ വസിക്കുന്ന രാജ്യം. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിന് പ്രത്യേകതയുണ്ട്. അതിരുകളില്ലാത്ത രാജ്യമാണ്. ഭാഷാ വ്യത്യാസം ഇല്ല, ദേശവ്യത്യാസം ഇല്ല, നിറവും കളറും ഒന്നും വ്യത്യാസമില്ലാതെ ലോകമെമ്പാടുമുള്ള എല്ലാ രാജ്യങ്ങളും, ഒട്ടുമിക്ക രാജ്യങ്ങളിലും, മിക്കവാറും എല്ലായിടത്തും തന്നെ ഈ ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ആരിലൂടെ? തന്നെ സ്വീകരിച്ച ഹൃദയങ്ങളിലൂടെ. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറയുന്നു, എനിക്ക് നിൻ്റെ ഹൃദയത്തിൽ എന്ത് തരണം? ഇടം കിടക്കണം. വേദോസൊരു വാക്യമുണ്ട്, അവൻ നിൻ്റെ വാതിൽക്ക് നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ. അപ്പോൾ നമ്മുടെ ഹൃദയത്തെ കർത്താവിന് വേണ്ടി തുറക്കുന്നതാണ്. യേശുവിനെ വിശ്വസിച്ച് ഹൃദയത്തിൽ കർത്താവിനെ സ്വീകരിക്കുമ്പോൾ അവൻ കർത്താവിലായിത്തീരുക. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. അടുത്ത വാക്ക്, എന്നാൽ നീ രക്ഷപ്പെടും. പോരാ, നിൻ്റെ കുടുംബവും രക്ഷപ്പെടും. അർത്ഥം എന്താ? ഈ യേശുവിനെ വിശ്വസിച്ചുകൊണ്ട് ഈ പറഞ്ഞ പണ്ടൊരു കഥയില്ലേ, കഴുതയ്ക്ക് ഇടം കൊടുത്ത പോലെ ഇച്ചിരി ഇടം കൊടുത്താൽ പിന്നെ അപ്പടി എന്തോ ചെയ്യും? കയറി നിൽക്കും. ഇത് തന്നെയാണ് യേശുവിന് ഇടം കൊടുത്തിട്ട് ഒരാളൊരു വീട്ടിൽ നിൽപ്പുണ്ടെങ്കിൽ ആ വ്യക്തിയിലൂടെ ആ വീടിനെ ദൈവം വിടിവിക്കും. 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 ഒരു പിഞ്ചു കുഞ്ഞു മതി യഥാർത്ഥമായി യേശുവിനെ നമ്മൾ ഈ VBSനൊക്കെ വാട്ടർ കോളൊക്കെ കൊടുക്കുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുന്ന കാണാം. യേശുവിനെ വേണം. അമ്മ തളർന്ന് കിടക്കുകയായിരിക്കും, അച്ഛൻ മദ്യപാനിയായിരിക്കും, ചേട്ടൻ വഴിതെറ്റി നടക്കുകയായിരിക്കും, തകർന്ന വീട്. പക്ഷെ ഒരു കാര്യം, ഒരാളൊരു വീട്ടിൽ യേശുവുമായിട്ട് നിൽക്കാനുണ്ടെങ്കിൽ ആ വ്യക്തിയിലൂടെ ദൈവം ആ വീടിനെ വിടുവിക്കും. ദൈവം ആ വീടിനെ വിടുവിക്കും. ദൈവം ആ വീടിനെ വിടുവിക്കും. ഒരു പക്ഷേ ഒരു തകർന്ന വീടിൻ്റെ കണ്ണിയായി, ഒരു തകരുന്ന വീടിൻ്റെ അവസാനത്തെ കണ്ണിയായി ഈ രാത്രി ഇവിടെ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ദൈവാത്മാവ് നിങ്ങളോട് പറയുക, ഒറ്റയ്ക്കാണെന്ന് ഓർക്കണ്ട. ഒറ്റയ്ക്ക് കർത്താവുമായിട്ട് വീടിനകത്ത് നിന്നാൽ നിൻ്റെ മാത്രമല്ല നിൻ്റെ വീടിനെ കൂടെ വിടുവിക്കാൻ കഴിയുന്ന ദൈവപ്രവൃത്തി കർത്താവ് ചെയ്യും. കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ച് കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നിങ്ങൾ മാത്രമല്ല, കുടുംബത്തെ വിടുവിക്കാൻ കർത്താവിന് കഴിയും. എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ മാത്രമേ ഉള്ളൂ, മറ്റ് പലരും രക്ഷിക്കപ്പെടാനുണ്ട്. മക്കൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല, ഭർത്താവ് രക്ഷിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ നിൽക്കുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ ഇനിയും രക്ഷിക്കപ്പെടാൻ വ്യക്തികളുണ്ട്. ഞങ്ങളുടെ വീട് അങ്ങനെയൊരു വീടാണ്. അങ്ങനെയുള്ളവരുണ്ടെങ്കിലും ഒന്ന് കരം ഉയർത്തിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. ഈ വചനം പറഞ്ഞ്, വചനം എന്താ പറയുന്നേ? കരം ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ വചനം എന്താ പറയുന്നേ? കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. പറഞ്ഞേ, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷപ്പെടാം. നമുക്കൊരു വചനം കിട്ടിയാൽ മുങ്ങിച്ചാകുന്നവന് കച്ചിത്തുരുമ്പ് പിടിക്കുന്ന പോലെ പിടിച്ച് കർത്താവിൻ്റെ വചനം പറയുന്നത് സത്യമാണ്. അതിനെ പറഞ്ഞു പ്രാർത്ഥിക്കണം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി കര ഉയർത്തിയവരെല്ലാം പറഞ്ഞ്, യേശു എൻ്റെ വീടിനെ ദൈവം വിടുവിക്കണം.
വീടെന്ന് പറഞ്ഞാൽ ആരാ? എൻ്റെ കുടുംബാംഗങ്ങളാ. ഇനിയും രക്ഷിക്കപ്പെടാനുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ രക്ഷിക്കപ്പെടട്ടെ. കർത്താവെ അവരെ ദൈവം ചേർത്ത് പിടിക്കണമേ ഈ സ്നേഹത്തിലേക്ക്, ഈ സന്തോഷത്തിലേക്ക്, കർത്താവ് ഈ വലിയ രക്ഷണ്യ ആ അനുഭവത്തിലേക്ക് കർത്താവ് അവരെ നയിക്കണമേ. ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ ഈ വചനം പറഞ്ഞ് ഇപ്പോൾ കരമുയർത്തിയ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുന്നുള്ള വചനത്തെ ഞങ്ങൾ ഈ മക്കൾക്ക് വേണ്ടി, ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പറയുമ്പോൾ അവിടെ കുടുംബങ്ങൾ വിടിവിക്കപ്പെടണമേ. ഒറ്റയാൾ മതിയല്ലോ യേശുവുമായിട്ടൊരു വീട്ടിൽ നിന്നാൽ, ഒരാൾ യേശുവുമായിട്ടൊരു വീട്ടിൽ നിന്നാൽ ആ വീടിനെ വിടിവിക്കുന്ന അങ്ങയുടെ വചനമാണെങ്കിൽ കർത്താവായ യേശുവുമായിട്ട് അവരവിടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവരിലൂടെ ആ വീടിന് സ്വാതന്ത്ര്യം വരട്ടെ. ആ വീടിൻ്റെ കർത്താവെ അവസ്ഥകൾക്ക് വ്യത്യാസം വരട്ടെ. ആ വീടിൻ്റെ ഇരുണ്ട അവസ്ഥകൾ മാറട്ടെ. ദൈവപ്രവൃത്തി ആ വീടുകളിൽ നടക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുന്നുള്ള വചനത്തെ ഞങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. യേശു രക്ഷകനാണല്ലോ. അങ്ങയിലൂടെയുള്ള രക്ഷ എല്ലാവരും അനുഭവിക്കുവാൻ ഇടയാക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അവർ പറയുകയാണ്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. നീ നിനക്ക് തന്നെ എന്ത് ചെയ്യരുത്? ദോഷവും ചെയ്യരുത്. ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ, മറക്കരുത്. ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, ഞങ്ങളിവിടെ ഉണ്ടല്ലോ, അത് നമ്മൾ ഓരോരുത്തരുമാണ് എന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞു. അവൻ വെളിച്ചം ചോദിച്ച് അകത്തേക്ക് ചാടി വിറച്ചുകൊണ്ട് പൗലോസിൻ്റെയും ശീലാസിൻ്റെയും മുമ്പിൽ വീണു. അവനെ പുറത്തു കൊണ്ട് യജമാന്മാരെ രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം ചോദിച്ചു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. എന്നാൽ നീയും നിന്റെ കുടുംബവും അവർ അവർ കർത്താവിൻ്റെ വചനം അവനോടും വീട്ടിലുള്ള എല്ലാവരോടും എന്തു ചെയ്തു? പ്രസംഗിച്ചു. എന്ത് വചനം? കർത്താവിൻ്റെ വചനം. അപ്പോൾ സുവിശേഷത്തിൻ്റെ കാതൽ കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവാണ് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു. അതാണ് എന്ത്? സുവിശേഷം. യേശുക്രിസ്തുവിനുള്ള വചനമാണ് പ്രസംഗിക്കപ്പെടേണ്ടത്. കർത്താവിൻ്റെ വചനം അവനോടും അവൻ്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. അപ്പോൾ പ്രസംഗിക്കപ്പെടേണ്ടത് എന്താണ്? കർത്താവാണ്. യേശു കർത്താവിനെക്കുറിച്ച് പ്രസംഗിക്കണം, പറയണം. കർത്താവായ യേശുവിനെക്കുറിച്ച് പറയണം. മനുഷ്യരെല്ലാം പാപികളായിരുന്നു. പാപികളായ മനുഷ്യരെ രക്ഷിക്കുവാൻ കാലസമ്പൂർണതയിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ജഡാവതാരം എടുത്തു എന്നുള്ള സത്യത്തെ ലോകത്തെല്ലാവരോടും പറയാൻ കൊള്ളുന്ന സുവിശേഷമാണ്. മനുഷ്യൻ പാപികളായിരിക്കുമ്പോൾ ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു. എന്നിങ്ങനെ ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടും തെറ്റുകാരെന്ന് വിധിക്കപ്പെട്ട് റോമൻ പീലാത്തോസിൻ്റെ കോടതിയിൽ അടിക്കപ്പെട്ട് ഗബ്ബതായിൽ നിന്ന് ഗദസമനയിലേക്ക് നടക്കപ്പെട്ട് നമുക്ക് രണ്ട് കള്ളന്മാരുടെ നടുവിൽ നമുക്ക് വേണ്ടി ക്രൂശിൽ തറച്ച് മരണപ്പെട്ട അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു അവൻ ആരെക്കുറിച്ച് പ്രസംഗിച്ചു? കർത്താവിൻ്റെ വചനം പ്രസംഗിച്ചു. എപ്പോഴും യേശുവിനെക്കുറിച്ച് പറയണം. യേശുവിനെക്കുറിച്ച് പറഞ്ഞാൽ ഭയങ്കര വിടുതലുകൾ നടക്കും. യേശുവിനെ പറയണം, യേശു കർത്താവിനെക്കുറിച്ച് പറയണം. നോക്കൂ, കർത്താവിൻ്റെ വചനം അവരോട് വീട്ടിലുള്ള എല്ലാവരോടും എന്തു ചെയ്തു? പ്രസംഗിച്ചു. ആരുടെ വചനം? കർത്താവിൻ്റെ വചനം. അപ്പോൾ ആരെക്കുറിച്ച് പറയണം? കർത്താവിനെക്കുറിച്ച് പറയണം. ഉറക്കെ പറഞ്ഞേ, ആരെക്കുറിച്ച് പറയണം? കർത്താവിനെക്കുറിച്ച് പറയണം. കർത്താവിനെക്കുറിച്ച് പറയണം. പ്രസംഗിച്ചു. രാത്രിയിലാണ് അല്ലേ? കർത്താവിൻ്റെ ആ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ എന്തു ചെയ്തു? കഴുകി. അവരുടെ മുറിവുകളെ കഴുകി. കണ്ടോ, ഇന്ന് തിരിച്ച് ശുശ്രൂഷിക്കുകയാണ്. പൗലോസിനെയും ശീലാസിനെയും കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി. ദൈവസഭയ്ക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ ഒരു അധികാരമാണ്. ആത്മഹത്യ മാറും. 2 എന്ത് കെട്ടും? കർത്താവിൽ വിശ്വസിച്ചവൻ എന്തു ചെയ്യും? മുറിവുകൾ മുറിക്കുന്നവനല്ല, മുറിവ് കെട്ടുന്നവനായി മാറണം. മുറിക്കാൻ എളുപ്പമാണ്, പക്ഷേ കെട്ടാൻ പാടാ. നമ്മൾ ഇന്നും ഓർക്കപ്പെടുന്ന ഒരു ലൂക്കോസ് പറയുന്ന ഒരു സംഭവമുണ്ട്. നല്ല ശമരി. ലോകത്ത് എന്തുമാത്രം ചിത്രങ്ങളും പ്രതിമകളും എല്ലാം ഉണ്ടായിരിക്കുന്ന ആളുടെ പേരില്ല. നല്ല ശമരിയാക്കാരൻ്റെ കഥയാണ് ഗുഡ് സമരിറ്റൻ. എന്തോരം ഹോസ്പിറ്റൽസ്, എന്തോരം ചാരിറ്റികൾ, എന്തെല്ലാം കാര്യങ്ങൾ. എന്താ ഗുഡ് സമരിറ്റൻ ചെയ്തേ? ഗുഡ് സമരിറ്റൻ ചെയ്തത് ഒറ്റ കാര്യമാണ്. ഒരു രാത്രി ഇങ്ങനെ പോകുക, യെരുശലേമിൽ നിന്ന്
എരികോവിലേക്കുള്ള യാത്ര എന്തോ ആട്ടെ പോകുന്ന വഴിക്ക് ഒരാൾ കിടപ്പുണ്ട്. അയാളെ കള്ളന്മാർ പിടിച്ചു, അവനെ മുറിവേൽപ്പിച്ചു, അർദ്ധപ്രാണനായിട്ട് വിട്ടേച്ച് പോയി. ആ വഴി ആര് വന്നു? ഒരു ലേവ്യൻ വന്നു, പിന്നെ ഒരു പുരോഹിതൻ വന്നു. അവരവനെ കണ്ടിട്ട് എന്ത് ചെയ്തു? മാറിപ്പോയി. അപ്പോൾ ആ വഴി ആര് വന്നു? ശമരിയാക്കാരൻ വന്നു. ശമരിയാക്കാരൻ അവനെ തൻ്റെ വാഹനത്തിൻ്റെ മൃഗത്തെ പുറത്ത് കയറ്റി സത്രത്തിൽ കൊണ്ടുപോയി അവന് മുറിവുകളൊക്കെ കെട്ടി അവന് വേണ്ട ശുശ്രൂഷ ചെയ്തിട്ട് ഇനിയും അധികം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വരുമ്പോൾ എന്ത് ചെയ്തോളാം, തന്നോളാം എന്ന് പറഞ്ഞു. അതാണ് ഇവിടെയും കാണുക. ഈ കാരാഗ്രഹപ്രമാണം രക്ഷിക്കപ്പെട്ട ഉടനെ ശമരിയക്കാരൻ്റെ പ്രവൃത്തി ചെയ്യുക, അവരുടെ എന്ത് കഴുകി? മുറിവുകളെ കഴുകി. 3 കൂട്ടർ ആ സംഭവത്തിലുണ്ട്. ഒന്ന് കള്ളനാണ്, കള്ളൻ പിടിച്ചുകൊണ്ട് പോയി. ഈ കള്ളൻ്റെ ഫിലോസഫി എന്താ? കള്ളൻ്റെ ജീവിത വീക്ഷണം എന്താ? മോഷ്ടിക്കുന്ന എന്താ ചെയ്യുന്നത്? കള്ളൻ്റെ ഫിലോസഫി ഇത്രയേ ഉള്ളൂ, നിൻ്റെ പോക്കറ്റിൽ ഇരിക്കുന്നത് ആർക്ക് വേണം? എനിക്ക് വേണം. അവരെ നമുക്ക് എന്തെന്ന് വിളിക്കാം? കള്ളെന്ന് വിളിക്കാം. അത് ബിസിനസ്സായാലും കൊള്ളാം, ഏത് രീതിയിലും നിൻ്റെ പോക്കറ്റിലുള്ളത് എൻ്റെ പോക്കറ്റിൽ വരുത്തുന്നതിൻ്റെ പേരെന്താ? കള്ളന. എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റണം. നിൻ്റെ പോക്കറ്റിലുള്ളത് ആർക്ക് വേണം? എനിക്ക് വേണം, അല്ലേ? അതാണ് ആരുടെ ഫിലോസഫി? കള്ളൻ്റെ ഫിലോസഫി. അപ്പോഴാണ് അതുവഴി ആര് വരിക? ലേവ്യൻ വരിക. ലേവ്യൻ പറഞ്ഞൊരു കാര്യം കണ്ടിട്ട് കാണാതെ പോയി. സിമ്പിളാണ്. ലേവ്യൻ്റെ ഫിലോസഫി എന്താ? ലേവ്യൻ സാധാരണ നമ്മുടെ റിലീജിയസാണ്, റിലീജിയസ് മാനാണ്, നമ്മളെപ്പോലാണ്, എന്നെപ്പോലാണ്, നിങ്ങളെപ്പോലാണ്. ലേവ്യൻ്റെ ഫിലോസഫി എന്താ? ലേവ്യൻ പറയും, പ്രൈസ് ദി ലോർഡ്, ഞാൻ ഇന്ന് അങ്ങോട്ട് പോകുന്ന വഴിക്ക് എൻ്റെ വണ്ടി ഒന്ന് പഞ്ചറായിരുന്നു. ഞാൻ ആ വണ്ടി പഞ്ചറായി മാറാൻ നേരത്ത് 10 മിനിറ്റ് എടുത്തു. അപ്പോൾ ഒരു മഞ്ഞക്കാർ ചീറിപ്പോകുന്നത് കണ്ടു. ആ മഞ്ഞക്കാർ ചീറിപ്പോയപ്പോഴേ ഞാൻ ഓർത്തു, അഹങ്കാരി, നോക്കാതെ പോയില്ലേ. എങ്കിലും പ്രിയരേ, ഇന്നൊരു വലിയ അത്ഭുതം ഉണ്ടായി. എൻ്റെ ആ സമയത്ത് ടയർ മാറ്റാൻ കുറച്ച് സമയമെടുത്തു. ഞാൻ വന്നപ്പോൾ ഒരു കാഴ്ച കണ്ടു. ആ മഞ്ഞക്കാർ അടിച്ച് തകർത്ത് അവരെ ഇട്ടേക്കുന്നു. എൻ്റെ ടയർ പഞ്ചറാക്കി അവനെ മുമ്പിൽ കയറ്റി അവനെ താണ്ട് ആ ചേച്ചി കൈപൊക്കി. ഞാൻ നാടകം പറയായിരുന്നു. എൻ്റെ കാറ് മുമ്പിൽ കയറ്റി അവൻ്റെ കാറിനെ എൻ്റെ കാറ് പഞ്ചറാക്കി അവനെ മുമ്പിൽ കയറ്റി അവനെ കള്ളൻ്റെ കൈയിൽ പെടുത്തി എന്നെ രക്ഷിച്ച ദൈവത്തിന് സ്തുതിക്കുക. എന്നിട്ടൊരു പാട്ടും പാടും, നന്ദിയാലൻ ഉള്ളം തുളന്നേ കരമടിച്ചൊരു പാട്ട്. എല്ലാവരും സ്തോത്രവും പറഞ്ഞു. കള്ളൻ്റെ ഫിലോസഫി എന്താ? നിൻ്റേതല്ല നിൻ്റേത്, എൻ്റേതല്ല എൻ്റേത്, എൻ്റെ ഒന്നും നിനക്ക് ഞാൻ തരത്തില്ല. എനിക്കാരുടെ 5 പൈസ പോലും വേണ്ട, ആർക്കും ഞാനൊന്നും കൊടുക്കാനേ ഇല്ല. ഞാൻ ആരുടെ ഒന്നും ഒരു പച്ചവെള്ളം പോലും വാങ്ങി കുടിച്ചിട്ടില്ല. എനിക്കുള്ളതെല്ലാം. അതാണ് ആര്? മതം. പക്ഷേ അതുവഴി ആര് വന്നു? ശമരിയാക്കാരൻ വന്നു. ശമരിയാക്കാരൻ പറഞ്ഞത് എന്താ? നിനക്ക് തരാൻ എനിക്ക് തരാൻ നിൻ്റെ കയ്യിൽ ഒന്നുമില്ല. പക്ഷേ എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആർക്ക് വേണ്ടി കൂടാ? നിനക്ക് വേണ്ടി കൂടാ എന്ന് പറഞ്ഞ് അവനെ കൊണ്ടുപോയി അവൻ്റെ മുറിവ് കെട്ടിയതാണ് ശമരിയക്കാരൻ ചെയ്തത്, അല്ലേ? 3 ഫിലോസഫിയാണ് ലോകത്തുള്ളത്. ഒന്ന്, നിൻ്റേത് ആർക്ക് വേണം? എനിക്ക് വേണം. അവരെ കള്ളന്മാരാ. എന്നാൽ സോ കോൾഡ് റിലീജിയസ് മെൻറ്റാലിറ്റി എന്താ? എൻ്റേതൊന്നും നിനക്കില്ല, എനിക്കാരുടെ ഒന്നും. സ്തോത്രം. ആരോടും ഒന്നും. വല്ലപ്പോഴും ഒരാളുടെ ഒരു നാരങ്ങ വെള്ളമെങ്കിലും മേടിച്ച് കുടിക്കണ്ടേ? അല്ല പിന്നെ നമുക്ക് ജീവിതത്തിന് വല്ലപ്പോഴും ഒരു നാരങ്ങ വെള്ളമെങ്കിലും മേടിച്ച് കുടിക്കണം. അല്ല പിന്നെ എന്തുവാ? 2000 രൂപയുണ്ട് നടക്കുക, ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് നാരങ്ങ വെള്ളം കുടിക്കാൻ ചെന്നപ്പോഴേ കടക്കാരന് മനസ്സിലായി ചില്ലറയ്ക്ക് വന്നാണ്. അയാൾ പറഞ്ഞു, ഒന്നീ ഗൂഗിൾ പേ അല്ലെങ്കിൽ ചേഞ്ച് വേണം. അതുകൊണ്ട് അപ്പോഴാണ് അടുത്ത് നിൽക്കുന്നത്, എന്നാ സാറേ വെള്ളം കുടിക്കണം, എന്നാൽ കൂടെ 10 രൂപ കൊടുത്തേരും, ഞാൻ കൊടുത്തേക്കാം. ആരാ നിങ്ങൾ? ആരെങ്കിലും ആട്ടെ, വല്ലപ്പോഴും ഒരു വെള്ളമെങ്കിലും മേടിച്ച് എന്ത് ചെയ്യണം? കുടിക്കണം. എന്നാലേ നമുക്ക് ജീവിതത്തിനൊരു മനുഷ്യത്വമൊക്കെ ഉണ്ടാകത്തുള്ളൂ. വേണ്ടേ? വേണം. അപ്പം പറഞ്ഞു, എൻ്റെ ഒന്നും നിനക്ക് തരാനില്ലെങ്കിലും, നിനക്കെനിക്കൊന്നും തരാനില്ലെങ്കിലും എൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആർക്ക് വേണ്ടി കൂടാ? നിനക്ക് വേണ്ടി കൂടാ. അവൻ കൊണ്ടുപോയി അവരുടെ എന്ത് കഴുകി? മുറിവ് കെട്ടി. രക്ഷിക്കപ്പെട്ട ഉടനെ, യേശുവിനെ അറിഞ്ഞ ഉടനെ കാരാഗ്രഹപാണി ചെയ്ത പ്രവൃത്തി എന്താ? മുറിവ് കെട്ടുന്ന പ്രവൃത്തിയാണ്. ഓരോ വിശ്വാസിയും രക്ഷാനുഭവം, രക്ഷിക്കപ്പെട്ടതേ ഉള്ളൂ, യേശുവിനെക്കുറിച്ച് കേട്ടതേ ഉള്ളൂ. ഈ യേശുവിനെ കേട്ട ഉടനെ ആറ്റിറ്റ്യൂഡ് മാറി. അവൻ മുറിവ് കെട്ടാൻ തുടങ്ങി. പ്രിയരെ, യേശു വന്നോ മുറിക്കില്ല, യേശു വന്നോ മുറിക്കില്ല, യേശു വന്നോ മുറിവ് കെട്ടാൻ തുടങ്ങും. യേശു വന്നോ മുറിവ് കെട്ടാൻ തുടങ്ങും. കര ഉയർത്തി സ്തുതിച്ചോണ്ട് പറഞ്ഞേ, മുറിവ് കെട്ടണം പ്രിയരെ.
ഏറ്റവും കൂടുതൽ മനുഷ്യർ മുറിഞ്ഞിട്ടുള്ളത് എവിടാ? ഒന്ന്, വീട്ടിലാണ്. ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടവർ മുറിഞ്ഞിട്ടുള്ളത് എവിടാ? വീട്ടില്ല. ഒരാളെയും വീട് മുറിച്ചതുപോലെ ആരും മുറിച്ചിട്ടില്ല. ഭർത്താവിനാൽ ഭാര്യ, ഭാര്യയാൽ ഭർത്താവ്, മക്കളാൽ പേരൻസ്, തിരിച്ച് സഹോദരങ്ങൾ, ബന്ധുക്കൾ, മുറിവുകൾ ഒത്തിരി ഉണ്ടാകുന്ന വീട്ടിലാണ്, അല്ലേ? വീട്ടില. 2 മുറിവുകൾ ഉണ്ടാകുന്ന ഒരിടമാണ് ദൈവസഭ. ഇന്ന് ഒരു കാരണവശാലും നമ്മുടെ സാന്നിധ്യം ഒരാൾക്ക് എന്താകരുത്, മുറിവുണ്ട്. നമ്മുടെ ഒരു വാക്ക് പറഞ്ഞാൽ എന്ത് കെട്ടാ? മുറിവ് കെട്ടാ. ഒറ്റ വാക്ക് മതി മുറിവ് കെട്ടാൻ. ഒറ്റ വാക്ക് മതി എന്ത് ചെയ്യാൻ? മുറിക്കാൻ, അല്ലേ? ഒരു വാക്ക് മതി മുറിക്കാൻ. ഒരു വാക്ക് മതി മുറിവ് കെട്ടാൻ. ഇന്ന് രാത്രി എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കും? വയസ്സിലൊരു വാക്കുണ്ട്, തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് അവൻ എനിക്ക് ആരുടെ നാവ് തന്നു? ശിഷ്യൻ്റെ നാവ് തന്നു. ദയവായി പറയട്ടെ, മുറിക്കരുതേ, മുറിവ് കെട്ടണേ. നമ്മളൊരാൾ സംസാരിച്ചാൽ മനസ്സിന് ആശ്വാസം തോന്നണം. ദൈവസഭ മനസ്സിലാക്കേണ്ട സത്യം, മുറിക്കാൻ വലിയ എനർജി ഒന്നും വേണ്ട. നാം മുറിവ് കെട്ടുന്നവരായി മാറാൻ വലിയ പാടാ. പ്രാർത്ഥിച്ച് കരങ്ങൾ ഉയർത്തി എന്നോട് സംസാരിക്കുന്ന ഒരാളുടെ മുറിവ് കെട്ടണം, മുറിവുകൾ കെട്ടപ്പെടണം. അവർക്ക് പറയണം, നിന്നോട് സംസാരിച്ചപ്പോൾ എൻ്റെ മനസ്സിന് ഭയങ്കര ആശ്വാസമുണ്ടായി. ഗതകാല മുറിവുകൾ പേറി നടക്കുന്നവരായി മനുഷ്യരല്ല. മുറിക്കാൻ ഇനിയും നമുക്ക് പ്രിയരെ അവസരം ഉണ്ടാകരുത്. മുറിവ് കെട്ടട്ടെ. മുറിഞ്ഞവരാണ് കൂടുതലും പേരും. കുഞ്ഞുങ്ങൾ മുതൽ മുറിഞ്ഞവരാണ്. നമ്മൾ കാണാത്ത ഒത്തിരി മുറിവുകൾ പേറി നടക്കുന്നവരാണ് മനുഷ്യരെല്ലാം മുറിഞ്ഞവരാണ്. മനുഷ്യരുടെ മുറിവ് കാണുന്നത്. ഞാൻ എന്നും പ്രാർത്ഥിക്കും പുൾപ്പിറ്റ് കയറുമ്പോൾ, ദൈവമേ, പുൾപ്പിറ്റ് ദൈവം തരുന്നതാണ്. ഈ പുൾപ്പിറ്റിലെ ഒരു വാക്ക് പോലും ഒരു മനുഷ്യനെ അനാവശ്യമായി മുറിക്കാനിടയാകരുത്. ഇവിടുന്ന് ഒഴുകേണ്ടത് മുറിവ് കെട്ടുന്ന ശുശ്രൂഷയാണ്. ആന്തരിക സൗഖ്യം ഉണ്ടാകുന്ന ശുശ്രൂഷയാണ്. എല്ലാവരും പ്രാർത്ഥിച്ച് മുറിവ് കെട്ടുന്നൊരു ശുശ്രൂഷ ചെയ്യുവാൻ സഹായിക്കണേ. കര ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ച്, മുറിക്കരുത്, മുറിക്കരുത്, പൊന്നെ മുറിക്കരുത്, അച്ചായ മുറിക്കരുത്, എൻ്റെ പൊന്ന ആൻറ്റി മുറിക്കരുത്, കുഞ്ഞെ മുറിവ് കെട്ടണേ, മുറിവ് കെട്ടണേ. എങ്ങനെ കെട്ടണം? വാക്കുകൊണ്ട് കെട്ടണം, സാന്നിധ്യം കൊണ്ട് കെട്ടണം. അവരെ വീട്ടിൽ കൊണ്ടുപോയി മുറിവ് കെട്ടി, അവരെ വീട്ടിൽ കൊണ്ടുപോയി മുറിവ് കെട്ടി, അവരെ വീട്ടിൽ കൊണ്ടുപോയി മുറിവ് കെട്ടി. യേശുവിനെ സ്വീകരിച്ചവർ മുറിവ് കെട്ടുന്നവരായി മാറണം. യേശുവിനെ സ്വീകരിച്ചവർ മുറിവ് കെട്ടുന്നവരായി മാറണം. യേശുവിൻ്റെ നാമത്തിൽ മുറിക്കപ്പെട്ട ഒത്തിരി പേരുണ്ട് പ്രിയരെ, മുറിക്കപ്പെട്ട ഒത്തിരി മനുഷ്യരുണ്ട്. മുറിവ് എന്ത് ചെയ്യണം? കെട്ടണം. പറഞ്ഞേ, മുറിവ് എന്ത് ചെയ്യണം? കെട്ടണം. നമ്മൾ പലപ്പോഴും മുറിക്കുന്നത് ബാഹ്യമായി പലതും കണ്ടുകൊണ്ടാണ്. നമ്മൾ പെട്ടെന്ന് ബയാസ്ഡാകും, പെട്ടെന്ന് മാർക്കിടും. മുറിക്കാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷേ മുറിക്കുന്നതിന് മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ചെറിയ ഹൈപ്പറായിട്ടുള്ളൊരു മക്കളൊക്കെ ഓടി നടക്കുമ്പോൾ അവരുടെ പേരൻസിന് എന്ത് പാടായിരിക്കും. ഏറ്റവും കൂടുതൽ ഇതിങ്ങളുടെ പുറകെ ഓടുന്ന ആരാ? ഇതിൻ്റെ പുറകെ ഓടുന്ന ആരാ? അമ്മയാ. അപ്പോഴാണ് ഓടി വന്ന കൊച്ച് കയ്യിൽ നിന്ന് കുതറിപ്പോയപ്പോൾ അവിടെ നിന്നൊരു അച്ഛൻ, ആരാ എൻ്റെ അമ്മ, പിടിച്ചുകൊണ്ട് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പിന്നെ ജീവിതത്തിൽ അവർ സഭയിൽ വരുമോ? അമ്മിക്കല്ല് കിടന്ന് കറങ്ങുന്ന പോലെ കൊച്ചു കൈ കിടന്ന് കറങ്ങുന്നേ. ഇച്ചിരി നമുക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഈ അമ്മയുടെ ബുദ്ധിമുട്ട് ആരാ അറിയുന്നേ? സാരമില്ല മോളെ, ഇവൻ ശരിയാകൂടി, ഈ കുഞ്ഞുങ്ങളെല്ലാം അങ്ങ് ഓക്കെയാകും എന്തെന്ന് പറഞ്ഞ് അവളുടെ മുറിവ് കെട്ടുകയല്ലേ. മുറിവ് കെട്ടണ്ടേ? ഒരു കല്യാണം നടക്കുക കോവിഡിൻ്റെ കാലഘട്ടത്തിലാണ്. അപ്പം ഈ എളിയദാസനെ എല്ലാം ഏൽപ്പിച്ചു. ലൈവ് ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ തന്നെ പറയുക, എന്നെ ഏൽപ്പിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എല്ലാം ഏൽപ്പിച്ചു, പാസ്റ്റർ വേണം എല്ലാം ചെയ്യാൻ, എല്ലാം റെഡിയാക്കി, എല്ലാം ഏറ്റു. ശരി, ഫുഡ് തൊട്ടെല്ലാം. അപ്പം ഞാൻ പറഞ്ഞു, ശരി, ഞാൻ എന്നെ ഏൽപ്പിച്ചാൽ ഞാൻ വൃത്തിയായിട്ട് ചെയ്തോളാം, സ്വാതന്ത്ര്യം തരണം. സ്വാതന്ത്ര്യം എല്ലാം തന്നു. അപ്പം അന്ന് വാതിക്കൽ വരുന്നല്ലേ നമ്മുടെ ടെമ്പറേച്ചർ നോക്കും, പേരെഴുതും. ആരാ ഇത് ടെമ്പറേച്ചർ നോക്കാൻ നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പം ഞാൻ ഇവൻ്റെ ആയിട്ട് പറഞ്ഞ് 2 പിള്ളേരെ വിട്ടേക്കണം വാതിക്കൽ നിൽക്കാൻ, അവർ പേരൊക്കെ എഴുതാൻ എല്ലാം റെഡിയാക്കി. പ്രധാനപ്പെട്ട ഒരു അച്ചായൻ കല്യാണത്തിൽ വന്നിട്ട് പുള്ളി കയറിയിട്ട് ഇറങ്ങി വന്നേ എൻ്റെ നേരെ അങ്ങ് തുടങ്ങി, താനിങ്ങനെ ആയിപ്പോയടോ,
എല്ലാവരും പിന്മാറ്റത്തിൽ പോയോ? ഇതെന്തുവാ ഈ കാണുന്നത്? ഇതിലും ഭേദം വരാതിരുന്നാൽ മതി. ഞാൻ ചോദിച്ചു, എന്ത് വച്ചാ പറ്റിയത്? അയ്യോ എനിക്ക് സഹിക്കാൻ വയ്യായേ. ഞാൻ ചോദിച്ചു, എന്തോ പറ്റി? ആ കണ്ടോ എന്തോന്ന്? 2 പെൺപിള്ളേർ ഇത്ര ഇറക്കമുള്ള മിടിയിട്ടുകൊണ്ട് നിൽക്കുക. ഇവൻ്റുകാർ പിള്ളേരാ, കണ്ടില്ലേ അവർ നിൽക്കുന്നേ? ഞാൻ ചോദിച്ചു, ഞാനിതുവരെ കണ്ടില്ല അച്ചായ. അച്ഛൻ എന്തിനാ കാണാൻ പോയേ? ഞാൻ എത്ര നേരം അവിടെ നിന്നിട്ട് കണ്ടില്ലല്ലോ. ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു സത്യത്തിൽ. ഇവള് പിന്നെയും പറഞ്ഞപ്പം ഞാൻ ചോദിച്ചു, കിളവൻ താനെന്തിനാ ഇറങ്ങി വന്നേ? പോടോ താനെന്തിനാ തിരിച്ചിറങ്ങി വന്നത്? താനെന്തിനാ രണ്ടാമതൊന്നുകൂടെ നോക്കിയേ? തനിക്ക് കയറിപ്പോയാൽ പോരായിരുന്നു. പോടോ താൻ കയറിപ്പോ ആദ്യം. അയാൾ പിന്നെയും ചുറ്റിപ്പറ്റി നിൽക്കുക. ഇവർക്ക് അദ്ദേഹത്തിൻ്റെ വിശുദ്ധിക്ക് ഭയങ്കര ഇടർച്ച പറ്റിപ്പോയേ. ഈ പിള്ളേർ പോയി കഴിഞ്ഞപ്പോൾ ഇവരും കയറിപ്പോയപ്പോൾ ഞാൻ ഈ പിള്ളേർ നോക്കി നല്ല 2 സുന്ദരി 2 പിള്ളേർ മീഡിയം ടോപ്പ് ചെറിയ മീഡിയം കോട്ടും ഒക്കെ ഇട്ട് നിൽക്കുക. നല്ല 2 പിള്ളേർ. എനിക്ക് കൊച്ചുങ്ങളെ ഒന്ന് വിളിക്കണം തോന്നി. ഞാനും വൈഫും കൂടെ ഇവരെ വീട്ടിൽ വിളിച്ചു. കല്യാണം തുടങ്ങിയപ്പോൾ നമ്മളവിടുത്തെ സംഘടിപ്പിക്കുന്നുള്ള നടത്തുന്നൊക്കെ വേറെ ആൾക്കാരാണ്. അപ്പോൾ ഞാൻ അവർക്കൊരു ഗിഫ്റ്റ് കൊടുത്തു, ഞാനും വൈഫ്. ഈ പിള്ളേർ കരഞ്ഞു. എൻ്റെ ജീവിതത്തിൽ മറക്കാത്തൊരു കാര്യമാണ്. കരഞ്ഞിട്ട് അവരെന്നെ അച്ഛാന്നാണ് വിളിച്ചേ. കാതലിക്സ് മക്കളാണ്. അച്ഛാ, ഈ കോട്ടൊന്നും കണ്ടിട്ട് ഞങ്ങളെ മെഷർ ചെയ്യരുതേ. ഇത് ഇവൻ്റുകാരുടെയാണ്, ഞങ്ങളുടെ അല്ല. അച്ഛൻ തളർന്ന് കിടക്കുക, അമ്മയ്ക്ക് വയ്യ, 2 പേരും ഡിഗ്രിക്ക് പഠിക്കുക. ആഴ്ച ഒരിക്കൽ ഇങ്ങനെ ഓരോ ഡ്യൂട്ടിക്ക് പോയാൽ വീട് നോക്കുന്നത്. വല്ല ഇനിയും വരുവാണെങ്കിൽ നേരിട്ട് വിളിച്ചാൽ, ഇവൻ്റുകാർ വിളിച്ചാൽ കമ്മീഷൻ അവരെടുത്തിട്ടേ ഞങ്ങൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ, തരത്തുള്ളൂ. അച്ഛൻ്റെ കയ്യിൽ നമ്പർ തരാം, വല്ല പരിപാടി ഉണ്ടെങ്കിൽ നേരിട്ട് വിളിക്കണേ. അപ്പോൾ ആ കിട്ടുന്ന മൊത്തം ഞങ്ങളുടെ ഈ കിട്ടും. 2 നല്ല ചേടത്തി അനിയത്തി. അന്നേരം ഒരു 10:30 ആയതേ ഉള്ളൂ. ഞാൻ ഇവരോട് സംസാരിക്കുമ്പോൾ ഞാൻ സത്യമായിട്ടും പറയാം, ഞാൻ നോക്കിയപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്ന പിള്ളേരെ എൻ്റെ മോടെ പ്രായമാണ്. ഇതുങ്ങൾ രാവിലെ ആലുവായിൽ നിന്ന് ബൈക്ക് ഓടിച്ച് വന്ന, സ്കൂട്ടർ ഓടിച്ച് വന്ന 2 കൂടെ. അപ്പോഴും എൻ്റേത് എഴുന്നേറ്റിട്ടില്ല. അവധിക്ക് സത്യം, എൻ്റേത് അപ്പോഴും എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ ഇതുങ്ങൾ വന്നതാണ് അങ്ങേരുടെ വിശുദ്ധി പോയത്. ഒറ്റയടിക്കല്ലേ മുറിച്ച് വിടുന്നേ. ഇത് നേരിട്ട് ആ കൊച്ചുങ്ങൾ കേട്ടായിരുന്നെങ്കിലോ? മുറിക്കാൻ ഒരു വാക്ക് മതി. മുറിവ് കെട്ടാനോ? നമ്മളെ ദൈവം വിളിച്ചേക്കുന്നത് എന്തിനാ? മുറിവ് കെട്ടാനാ. മുറിക്കരുത് പ്രിയരെ, വാക്കുകൊണ്ട് മുറിക്കരുത്, മുറിക്കരുത്. പക്ഷെ എന്ത് ചെയ്യണം? മുറിവ് കെട്ടണം. പറഞ്ഞേ, മുറിവ് കെട്ടണം, മുറിവ് കെട്ടണം. എന്നെ പുറത്തുനിന്ന് ഇതുവരെ ആരും അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ എനിക്കുണ്ടായിട്ടുള്ളൂ. പുറത്തുനിന്ന് എതിർപ്പുകൾ അവിചാരിതമായിട്ടൊക്കെ ഞാൻ 1-2 സ്ഥലങ്ങളിൽ പ്രസംഗിക്കുമ്പോൾ ഇറക്കി വിട്ടിട്ടുണ്ട്, തടഞ്ഞിട്ടുണ്ട്, മൈക്ക് പിടിച്ച് മേടിച്ചിട്ടുണ്ടെന്നൊക്കെ ഒഴിച്ചാൽ ഞാൻ അങ്ങനെ വലിയ പ്രശ്നങ്ങൾ എനിക്കുണ്ടായിട്ട്. അടിക്കാൻ വന്നവരെ നമ്മൾ കെട്ടിപ്പിടിച്ച് സ്നേഹിച്ച് വിടും. പിന്നെ അവരും നമ്മളും കൂടെ ബായി ആകും. പക്ഷേ കൂടുതലും മുറിഞ്ഞിട്ടുള്ളതെല്ലാം അകത്തുനിന്നാണ്. ദൈവസഭയോട് പറയട്ടെ, മുറിവ് കെട്ടണം, മുറിവ് കെട്ടണം, മുറിവ് കെട്ടണം. അടുത്തിരിക്കുന്ന ആടെ കരം പിടിച്ചൊന്ന് പറഞ്ഞേ, മുറിവ് കെട്ടുന്നണം, മുറിവ് കെട്ടണം, മുറിവ് കെട്ടണം. ഒരു വാക്ക് മതി മുറിവ് കെട്ടാൻ. നല്ലൊരു വാക്കാണ്, പക്ഷെ അതൊന്നും ഇന്ന് കേൾക്കുന്ന വാക്കുകളെ അല്ല. ഗ്ലാസ് കയ്യിൽ നിന്ന് പൊട്ടിപ്പോയി, പാവത്തിൻ്റെ ഭാര്യയുടെയാ. അച്ഛൻ നിന്ന് വിറയ്ക്കുക, പൊട്ടിച്ചു, മുട്ടിച്ചു, തീർത്തു. ഒരു വാക്ക് പറഞ്ഞാലോ സാരമില്ലെന്ന്. പോയത് 80 രൂപയുടെ ഒരു ഗ്ലാസ്സാണ്. വിറച്ചപ്പോഴോ ജീവകാലത്ത് അവൾ എന്ത് ചെയ്യത്തില്ല, മറക്കത്തില്ല. ഗ്ലാസ് എന്നെക്കാട്ടിയും വലുത് അങ്ങേർക്ക് എന്താ? ഗ്ലാസ്. ഒരു വാക്കെന്ന് പറഞ്ഞാൽ സാരമില്ലെന്ന്. എന്ത് നല്ല വാക്കാ സാരമില്ലെന്ന് പറഞ്ഞാൽ. പോട്ടെന്ന് പറഞ്ഞാൽ എന്ത് പറയാൻ മനുഷ്യർക്ക് എന്താ കഴിയാത്തേ? പറയണം. എവിടെ? വീട്ടിൽ പറയണം. പറയണം എവിടെ? സഭയിൽ പറയണം. എവിടെ പറയണം? മുറിവ് കെട്ടണം. അവരുടെ മുറിവുകളെ എന്ത് ചെയ്തു? കെട്ടി. അവരവരുടെ മുറിവുകളെ കെട്ടി. അടുത്തത്, താനും തനിക്കുള്ളവരെല്ലാം താമസിയാതെ എന്ത് ഏറ്റു? സ്നാനമേറ്റു. അടുത്തത്, പ്രാർത്ഥിച്ചു, പാടി, സ്തുതിച്ചു, ആത്മഹത്യയെ തടഞ്ഞു. കർത്താവായ യേശു വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും. അവരന്നേരം തന്നെ ശുശ്രൂഷ തുടങ്ങി. എന്ത് ശുശ്രൂഷയാ? എന്ത് ശുശ്രൂഷ തുടങ്ങി? മുറിവ് കെട്ടുന്ന ശുശ്രൂഷ തുടങ്ങി. 2024 കർത്താവ് നമുക്ക് തന്നാൽ തുടങ്ങണം മുറിവ് കെട്ടുന്ന ശുശ്രൂഷ. മുറിവ് കെട്ടുന്ന ശുശ്രൂഷ, മുറിവ് കെട്ടുന്ന ശുശ്രൂഷ, മുറിവ് കെട്ടുന്ന ശുശ്രൂഷ, മുറിവ് കെട്ടുന്ന ശുശ്രൂഷ.
അത് എല്ലാവർക്കും ചെയ്യാം, എല്ലാവരും ചെയ്യണം. അടുത്തത്, താനും തനിക്കുള്ളവരെല്ലാവരും താമസിയാതെ എന്തു ചെയ്തു? സ്നാനമേറ്റു. അവർ ദൈവത്തെ വിശ്വസിച്ചു, അവരെന്ത് ചെയ്തു? സ്നാനമേറ്റു. റോമർക്ക് എഴുതിയ ലേഖനം 6-ാമത് അധ്യായത്തിൽ കാണുന്നു. എന്താ സ്നാനം എന്ന് കാണുന്നു? എന്താ സ്നാനം? റോമർക്ക് എഴുതിയ ലേഖനം 6-ാമത് അധ്യായത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നു, അവൻ്റെ മരണത്തോട് അനുരൂപപ്പെടുന്ന സ്നാനത്താൽ അവനോട് കൂടെ കുഴിച്ചിടപ്പെടുകയാണ്. അങ്ങനെയാണ് റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ. ആകയാൽ കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്ന ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ എന്ന് നിങ്ങൾ എന്തു ചെയ്യുന്നില്ലയോ? അപ്പോൾ സ്നാനമെന്ന് പറഞ്ഞാൽ എന്താ? അവർ സ്നാനമേറ്റു. സ്നാനം എന്താ? യേശുക്രിസ്തുവിൻ്റെ മരണത്തിൽ എന്തു ചെയ്യുക? പങ്കുചേരുക. സാധാരണ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ദൈവം മരിക്കുമോ? പ്രിയരെ, ദൈവം മരിക്കുമോ? ക്യാൻ ഗോഡ് ഡൈ? ദൈവത്തിന് മരിക്കാൻ ഒക്കുമോ? ഇല്ല. മരിച്ച ഒരാളെ ദൈവം എന്ന് വിളിക്കാൻ ഒക്കുമോ? ദൈവം അമർത്യനല്ലേ? പക്ഷേ യേശു എന്തു ചെയ്തു? മരിച്ചു. എന്തിനാ ദൈവം മരിച്ചേ? ക്രൂശിലെ ഒരു നിലവിളിയുണ്ട്, എലോഹി എലോഹി അമ്മ ശബക്താനി, എൻ്റെ ദൈവമേ അങ്ങനെ കൈവിട്ട് എന്ത്? ഒരു നിമിഷ നേരത്തേക്കിന് പിതാവാൻ ദൈവം പുത്രൻ്റെ മുഖം മറച്ചു. എന്തിനാ? മരിക്കാൻ വിട്ടുകൊടുത്തു. സ്വന്തം തോളിൽ തലചായ്ച്ചു മരിച്ചു. എന്തിനാ? ജീവപര്യന്തം മരണഭീതിയിലായിരുന്ന നമ്മളെ മരണത്തിൽ നിന്ന് വിടിവിക്കാൻ പുത്രൻ തമ്പുരാൻ മരിച്ചു. 2 അടക്കപ്പെട്ടു. 3 എന്തു ചെയ്തു? ഉയർത്തെഴുന്നേറ്റു. ദൈവം നമുക്ക് വേണ്ടി മരിച്ചു. യേശു മരിച്ചു. ആ മരിച്ച യേശുവിൻ്റെ മരണം നമ്മുടെ മരണമാക്കാൻ ദൈവം നമുക്ക് തരുന്ന ഏറ്റവും ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് എന്ത്? സ്നാനം. ആരോട് ചേരാൻ? കർത്താവിൻ്റെ മരണത്തോട് ചേരാൻ. എൻ്റെ ശുശ്രൂഷ അനുഭവത്തിലെ ഏറ്റവും മറക്കാൻ നിൽക്കുന്ന ഒരു അനുഭവമുണ്ട്. ഒരു ക്രൈസ്തവേതര പശ്ചാത്തലത്തിലുള്ള ഒരു പെൺകുട്ടി എളിയവൻ്റെ അടുക്കൽ വന്നു. അവൾ യേശുവിനെ വിശ്വസിച്ചതാണ്, മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ട്. ആ കുട്ടി എന്നോട് പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണം. ചെറുപ്പക്കാരത്തിയാണ് കുട്ടി. അവളുടെ വിശ്വാസം സ്ട്രോങ് ആയിരുന്നു. ഞാൻ അവളുടെ വിശ്വാസവും കൺഫെഷനും അവളുടെ ആ ബോധ്യവും ശക്തമായിരുന്നു കൊണ്ടും ആ കുട്ടിക്ക് സ്നാനം കൊടുത്തു. സ്നാനം കൊടുത്തു കഴിഞ്ഞുണ്ടെങ്കിൽ ഞാൻ കാഷ്വലായിട്ടൊരു ചോദ്യം ചോദിക്കും. കാഷ്വലല്ല, എന്നാലും നമ്മുടെ മെമ്മറിയിൽ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. സ്നാനമേറ്റ് കയറുന്നുണ്ടെങ്കിൽ ചോദിക്കും, ജീവപര്യന്തം വിശ്വസ്തയായിരിക്കുക, എന്നാൽ കർത്താവ് നിനക്ക് ജീവകിരീടം. ഇത് പറഞ്ഞ് നമ്മൾ കയറ്റിവിടുക. ജീവപര്യന്തം വിശ്വസ്തയായിരിക്കണം എന്ന് പറയുകയും ഒരു കരച്ചിലായിരുന്നു മറുപടി. 20 മിനിറ്റോളം ആ കുട്ടി അവിടെ നിന്ന് കരഞ്ഞു. എന്നിട്ട് അവൾ കയറിപ്പോയി. പിന്നെ ഞാൻ അവളെ കണ്ടിട്ടില്ല. അവൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാൻ ഒക്കുമെന്ന് എനിക്കറിയില്ല. എനിക്ക് അവളെ കോണ്ടാക്ട് ചെയ്യാൻ ഒത്തിട്ടില്ല. പക്ഷേ ഒന്നെനിക്കറിയാം, നിത്യത പുലരുമ്പോൾ ഞാൻ അവളെ കാണും. കാരണം അവൾ ഏത് കോണിലായാലും വിശ്വസ്തയായിരിക്കും. സ്നാനം ആരോട് ചേരാൻ? യേശുക്രിസ്തുവിൻ്റെ മരണത്തോട് ചേരാൻ. കല്യാണം കഴിഞ്ഞ് അധികം നാളുകളാകാത്ത എൻ്റെ അമ്മ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് വരുമ്പം കൗങ്ങും പ്രയാറ് CC മാത്യു സാറ് സ്നാനം കൊടുക്കുക. ആറ്റി ഇന്നുകൊണ്ട് ആ സ്നാപകൻ വിളിച്ച് ഒതിക്കുന്നു, ഇതോ വെള്ളം. ആരെങ്കിലും ഉണ്ടോ? തെക്കും പൊക്കും നോക്കി, ആരുമില്ല. തന്നോട് തന്നെയാണെന്ന് തോന്നി. നിന്ന നിപ്പിൽ ഉടുതുണിക്കും മറുതുണിയില്ലാതെ വെള്ളത്തിലിറങ്ങിയ എൻ്റെ അമ്മയുടെ മോനാ ഞാൻ. തിരിച്ചു കയറിയപ്പം ആരോ കൊണ്ടുവന്ന സാരി ഉടുപ്പിച്ചാ വന്നേ. പക്ഷെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം അവൻ്റെ മരണത്തിൽ പങ്കുചേർന്ന സ്നാനത്താൽ. നമ്മൾ ശിശു സ്നാനത്തിൽ വിശ്വസിക്കുന്നില്ല. ഉണ്ടോ? ഇല്ല. മുതിർന്ന സ്നാനത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. 2 ഇല്ല. പേടിക്കണ്ട, ഇല്ല. മുതിർന്നത് കൊണ്ടും സ്നാനപ്പെടണ്ട, ശിശുവുമല്ല. വിശ്വാസ സ്നാനം. ആരെ വിശ്വസിക്കുക? യേശുവിൽ വിശ്വസിക്കുക. അപ്പോൾ സ്നാനപ്പെടാനുള്ള പ്രായം എത്ര? 10ാം ക്ലാസ്സോ 12ഓ? മോനെ, സ്നാനപ്പെടാനുള്ള പ്രായം വിശ്വസിക്കാനുള്ള പ്രായം. ഹൃദയംഗമായി വിശ്വസിക്കണം. ആര് മരിച്ചു എനിക്ക് വേണ്ടി? യേശു മരിച്ചു. കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തുന്നത് അവിടുത്തെ ഒരു അഭംഗി എന്താണെന്നറിയാം? വിശ്വസിച്ചെന്ത് കേൾക്കുക, സ്നാനം. അപ്പോൾ ശരിക്കും സ്നാനപ്പെടാനുള്ള 12 എന്ന് പറയാറുണ്ട്. യേശുക്രിസ്തു 12ാമത്തെ വയസ്സിൽ എവിടെ വന്നു?
ദേവാലയത്തിൽ വന്നു. എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ത് ചെയ്യാനുള്ള കാര്യമാണ്? വിശ്വസിക്കാൻ. വിശ്വസിച്ചിട്ട് കർത്താവിൻ്റെ മരണത്തോട് ചേരും. എന്തിനാ ഈ സ്നാനത്തിന് മാത്രം ഇത്ര പ്രശ്നം? പലപ്പോഴും പ്രശ്നങ്ങളുണ്ടാകുന്ന എവിടെ വരുമ്പോഴാണ്? സ്നാനപ്പെടുമ്പോഴാണ്. നിങ്ങൾ കേട്ടിട്ടുള്ളൊരു കഥയുണ്ടായിരിക്കും. കഥയല്ല, അത് സത്യം കേട്ടോ. ചാനപ്പെട്ടി എന്ന അമ്മാമ്മയെ അച്ചായൻ അടിച്ചു. ഓണപ്പെട്ടോടീന്നും പന്തക്കോസൊക്കെ തുടങ്ങിയ കൂത്തി മുടിക്ക് പിടിച്ചടിച്ചപ്പോൾ അവൾ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ് കൈകൂപ്പി അച്ചാണ്ട് പറഞ്ഞു, സത്യം സത്യം, അച്ചായനാണ് സത്യം, ഇനി ഞാൻ സ്നാനപ്പെടുത്തില്ലെന്ന് പറഞ്ഞു. അച്ചാന് സന്തോഷമായി, വിട്ടു. മേലിൽ ഇല്ല അച്ചായനാണ് സത്യം, പെട്ടു, ഇനി ഞാൻ എന്ത് ചെയ്യത്തില്ല, സ്നാനപ്പെടുത്തില്ല. അച്ചാനും സന്തോഷം, അടിയിൽ നിന്നു. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, അത് സത്യമാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്ന എപ്പോഴാണ്? എന്തിനാ ഈ സ്നാനത്തോട് ഇത്ര പ്രശ്നം? സ്നാനത്തോടുള്ള പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, സ്നാനത്തിലൊരു മരണം നടക്കുക, ഇനിയും നമ്മളെ അവർക്ക് കിട്ടത്തില്ലെന്നറിയാം. ആ ബന്ധം അവിടെ വിച്ഛേദിക്കുക. മരണത്തിൻ്റെ അധികാരം, ലോകത്തിൻ്റെ അധികാരം, അതിൻ്റെ അവസാന പുക്കിൾക്കൊടി മുറിക്കുക, പിന്നെ കിട്ടത്തില്ല. ആ പുക്കിൾക്കൊടി അവിടെ മുറിക്കുക. അതുകൊണ്ടാണ് ഈ സ്നാനത്തോട് ഇത്ര പ്രശ്നം. പക്ഷേ വേദപുസ്തകം പറയുന്നു, അവർ അന്ന് രാത്രിയിൽ എന്ത് ചെയ്തു? സ്നാനമേറ്റു. അപ്പോൾ സ്നാനം എന്തിനുള്ളതാ? കർത്താവിൻ്റെ മരണത്തോട് അനുരൂപപ്പെടാനാ, കർത്താവിനെ ധരിക്കാനാ. പരസ്യമായിട്ടുള്ള ഒരു പബ്ലിക് പ്രൊക്ലമേഷനാ, ഇൻവേർഡ് കൺവേർഷൻ്റെ. എന്താ? എൻ്റെ യേശു എനിക്ക് വേണ്ടി മരിച്ചു, എനിക്ക് വേണ്ടി മരിച്ച എൻ്റെ യേശുവിനെ, ആ മരണത്തെ എൻ്റേതാക്കാൻ കിട്ടുന്ന ഏറ്റവും ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഏതാ? സ്നാന. ദ പബ്ലിക് കൺഫെഷൻ ഓഫ് ദ ഇൻവേർഡ് ഫെയ്ത്ത്. അകത്തുണ്ടാകുന്ന മാറ്റത്തിൻ്റെ പരസ്യമായ ഒരു ബഹുസ്ഫുരണം സ്നാനം. ഇന്ന് രാത്രി ഞാൻ ചോദിച്ചോട്ടെ, സ്നാനമേക്കുക ചെറിയ കാര്യമാണോ? ഇപ്പോഴാണ് സ്നാനം കുറച്ചുകൂടെ ഗോപ്യമായത്, രഹസ്യമായത്. എളിയവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. വീട്ടിൽ നിന്ന് ഒറ്റ പോക്ക, തമ്പാറ അടിച്ചാൽ പോന്നേ. എന്തൊരു പോക്കെന്നറിയാമോ? അടിച്ച് പൊട്ടിക്കും. പാനം ചെയ്യുവാൻ കഷ്ടതയിൽ പാനപാത്രം അവൻ കൂടെ, സ്നാനമേൽപ്പാൻ കൃപ നൽകി പ്രീതിയായവൻ. മാരിച്ചു തൻ കല്ലറയിലടക്കപ്പെട്ടവൻ കൂടെ, മഹത്വമായി ജീവിച്ചിടാൻ മഹിമയിനാവിയാലെ പാടും ഞാൻ പരമേശനു സതതം. എൻ്റെ പാപമെല്ലാം പോക്കിയതാൽ ഞാൻ പരമേശനു സതതം. പാനം ചെയ്യുവ കഷ്ടതയിൽ പാനപാത്രം അവൻ കൂടെ, സ്നാനമേൽപ്പാൻ കൃപ നൽകി പ്രീതിയായവേ. മാരിച്ചു താൻ കല്ലറയിൽ അടക്കപ്പെട്ടവൻ കൂടെ, മഹത്വമായി ജീവിച്ചിടാൻ മഹിമയിനാവിയാലെ പാടും ഞാൻ എൻ്റെ പാപമെല്ലാം അപ്പം സ്നാനം വയ്ക്കാനുള്ള പ്രായം, വിശ്വസിക്കാനുള്ള പ്രായം. സ്നാനം ആരോട് ചേരാൻ? കർത്താവിൻ്റെ മരണത്തോട് ചേരാൻ.